വരുന്നുണ്ട്. ശ്രീത്ത്, ഇതിപ്പോൾ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണോ ഇങ്ങനെ മാധ്യമങ്ങളെ കാണണം എന്നുള്ള നിലപാടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്? ഈ രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം ശക്തമായൊരു ഭാഗത്ത് വരുന്നുണ്ട്. അതിനിടയിൽ ഉള്ള ഈ മാധ്യമങ്ങളെ കാണുമെന്നുള്ള ഈ അറിയിപ്പിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ശ്രീത്ത്, റിജിത്ത്, പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നത് എന്നാണ് കരുതുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ രാജിവെക്കില്ല എന്ന കാര്യം ആലോചിച്ചിട്ട് പോലുമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരെ വിളിച്ചു നൽകിയിരുന്നു. ഇത്തരത്തിലൊരു പ്രതികരണം നടത്താൻ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യം പാർട്ടി നേതൃത്വത്തിൽ വളരെ ശക്തമായി ഉയർന്നു. കാരണം MLA സ്ഥാനം രാജിവെക്കില്ല തുടങ്ങിയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെയോ മറ്റേതെങ്കിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാന നേതാക്കൾ തന്നെ ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കാനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ റീജി സൂചിപ്പിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി മാത്രമല്ല, മറിച്ച് നിയമസഭാംഗത്വം കൂടി രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ആ ആവശ്യം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്നത്, ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന സൂചന. ഇക്കാര്യത്തിലുള്ള തന്നെ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സതീശൻ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളും മറ്റും VD സതീശനെയും മറ്റും പ്രതികരണങ്ങൾ ഉച്ചയ്ക്ക് പുറത്തു വന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണമെന്നോണം അനൗപചാരികമായി പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരെ വിളിച്ചെത്താൻ രാജിവെക്കുന്ന കാര്യം ആലോചിച്ചിട്ട് പോലുമില്ല എന്ന ഒരു സന്ദേശം കൈമാറിയത്. ഇങ്ങനെ ഒരു സന്ദേശം കൈമാറാൻ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യം പാർട്ടി നേതൃത്വത്തിൽ വളരെ ശക്തമായി ഗൗരവത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലുള്ള വിശദീകരണത്തിലായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുന്നത്. ശ്രീത്ത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് ഇത് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉള്ള രാജി അതിനെ ഒരു ആദ്യ നടപടി എന്നുള്ള നിലയിലാണ് കാണേണ്ടത്. വളരെ വിശദമായി മറ്റ് സാഹചര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഞങ്ങളെ അഭിനന്ദിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ്. രാജി വേണം എന്നുള്ള നിലപാട് ശക്തമാക്കി VD സതീശനൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണോ അതിൻ്റെ സൂചന? ശ്രീത്ത്, റീജിത്ത്, കേരളത്തിൽ മാത്രം തീരുമാനമെടുക്കാവുന്ന വിഷയമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കണമെന്നത്. എന്നാൽ അക്കാര്യത്തിൽ നിർണായകമായ അഭിപ്രായ പ്രകടനം നടത്താൻ ആധികാരികമായ സ്ഥാനത്തിലിരിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സതീശൻ്റെ നിലപാട് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇതിനകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ വിഷയം നിസ്സാരമായി തള്ളാൻ കഴിയുന്നൊരു പ്രശ്നമല്ല, മറിച്ച് പൊതുസമൂഹത്തിൽ വളരെയധികം ചർച്ചയായിരിക്കുന്ന വിഷയമാണ്. അനിതര സാധാരണമായ രീതിയിൽ പരാതികളുടെ കുത്തൊഴുക്കാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ രേഖാമൂലമുള്ള പരാതിയില്ല, പാർട്ടിക്ക് മുമ്പിൽ പരാതിയില്ല, നിയമ സംവിധാനത്തിന് മുമ്പിൽ പരാതിയില്ല എന്നൊക്കെയുള്ള സാങ്കേതികത്വത്തിൽ തൂങ്ങി എത്ര കാലം പോകാൻ കഴിയും എന്ന ചോദ്യം പാർട്ടി നേതൃത്വം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാനുള്ള ബാധ്യത, സാമൂഹിക ബാധ്യത തങ്ങൾക്കുണ്ട് എന്ന് നേതൃത്വം കരുതുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ അടക്കമുള്ള ആളുകൾ നിർണായകമായ നിലപാടിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ആത്യന്തികമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്, നിലപാടെടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട സന്ദേശം KPCC പ്രസിഡന്റിന് കൈമാറേണ്ടത്. കാരണം പാർട്ടിയുടെ പാർട്ടിയുടെ നോമിനി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള കത്തടക്കം നൽകുന്നത് KPCC പ്രസിഡന്റ് അടക്കമുള്ളവരാണ്. അപ്പോൾ അത്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ നിർദ്ദേശം അനുസരിച്ച് വേണം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ ഇത്തരം കാര്യങ്ങളിൽ. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു നിലപാടെടുത്ത് പ്രഖ്യാപിക്കുന്നത് തീർത്തും അനുചിതമായി പോയി എന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ശക്തിപ്പെടുന്നുണ്ട്.